നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ക്രീമി ബ്രക്കോളി ചിക്കൻ സൂപ്പ് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ കുറച്ച് ചിക്കൻ പീസ് എടുത്തിട്ടുണ്ട്. ഇത് എല്ലോട് കൂടിയിട്ടുള്ള ചിക്കൻ പീസാണ്. കുക്കറിൽ ചേർത്ത ശേഷം 2 കപ്പ് വെള്ളവും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ടാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത്. നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം കുക്കർ അടച്ച് വെച്ച് ഒരു വിസിൽ വരുന്നവരെ ഹൈ ഫ്ലെയിമിലാണ് വേവിച്ചെടുക്കുന്നത്. അതിനുശേഷം കുക്കറൊക്കെ തുറന്ന് നോക്കി നമ്മുടെ ചിക്കനൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. 1.5 കപ്പ് ചൂടുവെള്ളത്തിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത ശേഷം ബ്രക്കോളി ഒന്ന് 5 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. ഇനി ഒരു പാനിലേക്ക് ബട്ടറാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ അതിലേക്ക് ചേർക്കുന്നത് 6 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, സ്പ്രിംഗ് ഒണിയനുമാണ്. അതിനുശേഷം നന്നായി ഒന്ന് വഴറ്റി യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് പകുതി സവാള ചോപ്പ് ചെയ്തതും അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത ശേഷം പിന്നെ ഇതിലേക്ക് വെജിറ്റബിൾസ് ആയിട്ട് ക്യാരറ്റ് ചേർക്കുന്നുണ്ട്, ക്യാപ്സിക്കം ചേർക്കുന്നുണ്ട്, പിന്നെ ബ്രക്കോളി വേവിച്ചതും കൂടിയാണ് ചേർക്കുന്നത്. ഇതെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ സ്റ്റോക്കാണ് ചേർക്കുന്നത്. അങ്ങനെ ചിക്കൻ സ്റ്റോക്കും ചേർത്ത ശേഷം അടച്ചു വെച്ചാണ് വേവിച്ചെടുക്കുന്നത്. അതിനുശേഷം പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കനാണ്. അതിനുശേഷം പിന്നെ നമ്മളിതിലേക്ക് കുക്കിംഗ് ക്രീമാണ് ചേർക്കുന്നത്. ഒരു 3/4 കപ്പ് കുക്കിംഗ് ക്രീം ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഷ്രെഡഡ് ചീസാണ്. അങ്ങനെ ചീസും ചേർത്ത ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത ശേഷം അടച്ച് വെച്ച് ചെറുതായിട്ടൊരു തിള വരുന്നവരെയാണ് നമ്മൾ തിളപ്പിച്ചെടുക്കേണ്ടത്. അപ്പോഴേക്കും എന്താ നമ്മുടെ ക്രീമി ബ്രക്കോളി ചിക്കൻ സൂപ്പൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് പെപ്പർ പൗഡറാണ് ചേർക്കുന്നത്. അതിനുശേഷം ഒരു സെർവിങ് ബൗളിലേക്കാണ് നമ്മളത് ചേർക്കുന്നത്. ഈ ഒരു സൂപ്പ് കുടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിർത്താനേ തോന്നില്ല, അത്രയ്ക്ക് ടേസ്റ്റാണ്. ഏറ്റവും മുകളിലായിട്ട് കുറച്ച് സ്പ്രിംഗ് ഒണിയനും കൂടി ചേർക്കുന്നുണ്ട്. അങ്ങനത്തെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ക്രീമി ചിക്കൻ സൂപ്പാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. താങ്ക്